ജനനവും ആദ്യകാല ജീവിതവും 1876 ഏപ്രിൽ 26 തൃശൂരിലെ പുത്തൻചിറയിൽ ചിറമേൽ മങ്കിടിയാൻ തോമൻ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയായി മറിയം ത്രേസ്യ ജനിച്ചു. ആദ്യകാല പേര് ത്രേസ്യ. ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്നതിലും ശ്രദ്ധിച്ചിരുന്നു. ആത്മീയാനുഭവങ്ങൾ. അസാധാരണമായ ആത്മീയാനുഭവങ്ങളിലൂടെയാണ് മറിയം ത്രേസ്യയുടെ ജീവിതം മുന്നോട്ടു പോയത്. മിസ്റ്റിക്കൽ അനുഭവങ്ങൾ, ദർശനങ്ങൾ, പീഡനങ്ങൾ, സാത്താനിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എന്നിവയെല്ലാം അവർക്ക് നേരിടേണ്ടിവന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരുന്ന ഒരു ജീവിതമാണ് അവർ നയിച്ചത്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹം. അഗതികളെയും രോഗികളെയും സഹായിക്കാനുള്ള ഒരു സന്യാസിനി സമൂഹത്തെ സ്ഥാപിക്കാൻ മറിയം ത്രേസ്യ ആഗ്രഹിച്ചു. ഇതിനായി ബിഷപ്പ് ജോൺ മേനാച്ചേരിയുടെ പിന്തുണ തേടി. 1914 മെയ് 14 മറിയം ത്രേസ്യയും 3 കൂട്ടുകാരികളും ചേർന്ന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. ഈ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കുടുംബങ്ങളുടെ ആത്മീയ ഉന്നമനം, രോഗീപരിചരണം, ദരിദ്രരെ സഹായിക്കൽ എന്നിവയായിരുന്നു. വിശുദ്ധ പദവിയിലേക്ക്. 1926 ജൂൺ 8 മറിയം ത്രേസ്യ അന്തരിച്ചു. അവരുടെ മരണശേഷം ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. 2000 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട മറിയം ത്രേസ്യയെ 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.